ഹലോ ഡിയേഴ്സ്, NMMSന് പ്രോഫിറ്റ് പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, എങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുക. പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ തന്നെയാണ് നമ്മൾ ഗെയിൻ പെർസെൻറ്റേജ്, മലയാളത്തിൽ ലാഭശതമാനം. ഈ ലാഭശതമാനം കാണണമെങ്കിൽ പ്രോഫിറ്റ് അഥവാ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്, അതായത് വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഫോർമുല. അതായത് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ, പ്രോഫിറ്റ് എങ്ങനെയാ കാണാ? ലാഭം കാണണമെങ്കിൽ വിറ്റ വില മൈനസ് വാങ്ങിയ വില ചെയ്താൽ മതി. ലാഭം കാണാൻ വിറ്റ വില, അതാണ് സെല്ലിംഗ് പ്രൈസ്, മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മക്കൾ ചെയ്തോ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ഇതാദ്യം മനസ്സിലാക്കി വെക്കാം. ഇനി ഈ ചോദ്യത്തിലേക്ക് വന്നാൽ കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ആർട്ടിക്കിൾസ്, 20 സാധനങ്ങളുടെ വാങ്ങിയ വില. വാങ്ങിയ വില നമ്മൾ എക്സ് എന്ന് എടുത്താൽ 20 സാധനങ്ങളുടെ വാങ്ങിയ വില 20x. ഓക്കെ, അതെന്തിന് ഈക്വലാ? സെല്ലിംഗ് പ്രൈസ് ഓഫ് 16 ആർട്ടിക്കിൾസ്, 16 സാധനങ്ങളുടെ വിറ്റ വില അല്ലെ. വിറ്റ വിലയ്ക്ക് നമ്മൾ y എന്ന് എഴുതുക. സെല്ലിംഗ് പ്രൈസ് y, വാങ്ങിയ വില x, വിറ്റ വില y. അപ്പോൾ 20x is equal to 16y. നിങ്ങൾ മനസ്സിലാക്കുക, സെല്ലിംഗ് പ്രൈസ് ആണ് നമ്മൾ y എന്ന് എടുത്തിട്ടുള്ളത്, അതേപോലെ കോസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ x എന്ന് എടുത്തിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയേ. സെല്ലിംഗ് പ്രൈസ് നമ്മൾ y എന്നാണ് എടുത്തിട്ടുള്ളത്, y മൈനസ് കോസ്റ്റ് പ്രൈസ് x ഡിവൈഡ് ബൈ x ഇൻറ്റു 100. ഇതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും നോക്കുക, വൈനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും. എല്ലാവരും ശ്രദ്ധിച്ചോ, വൈനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ y ബൈ x അല്ലേ, മൈനസ് ഇവിടെ എക്സിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, y ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു 100. ഈ ഫോർമുലനെ നമ്മൾ ഈ രീതിയിലേക്ക് വളരെ സിമ്പിൾ ആക്കി കൊണ്ടുവന്നു. ഇനി നമുക്ക് വേണ്ട എന്താ? y ബൈ എക്സ് ആണ്. y ബൈ എക്സ് മക്കളെ നോക്കിക്കോ, വൈൻ്റെ അടുത്തേക്ക് എക്സിനെ കൊണ്ടുപോവാ, y ബൈ എക്സ്. അപ്പോൾ എക്സ് ഈ സൈഡിലേക്ക് പോകുമ്പോൾ വൈൻ്റെ താഴെ വരും. ഇവിടെ 20 ഉണ്ട്, ഇവിടെ 16 ഇല്ലേ, 16 ഈ സൈഡിലേക്ക് വരുമ്പോൾ 20/16. ഓക്കെ ആണോ? ഇവിടെ ഉള്ള എക്സിനെ ഞാൻ ഇപ്പത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി, അപ്പോൾ 20 y ബൈ എക്സ്. ശരിയല്ലേ? ഇവിടെ ഉള്ള എക്സ് ഇവിടെ വരുമ്പോൾ താഴോട്ട് വരും, ഇവിടെ ഉള്ള 16 ഇങ്ങോട്ട് വരുമ്പോൾ താഴോട്ട് വരും, 20/16. സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് നമ്മൾ വരാൻ പോവാണ്. y ബൈ എക്സ്, അതിന് പകരം നമുക്ക് എന്ത് ചെയ്താം? 20/16 മൈനസ് 1 ഇൻറ്റു 100. സാറേ ഈ 1 എങ്ങനെ കുറയ്ക്കുക? സംശയമുണ്ട് പലർക്കും. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 20/16 മൈനസ് 1ന് പകരം 16/16 എഴുതിയാൽ മതി, ഇൻറ്റു 100. 20 നിന്ന് 16 കുറച്ചാൽ എത്രയാ? 4, 4/16 ഇൻറ്റു 100. 4/16 ഇൻറ്റു 100. 4/16 ചെറുതാക്കാൻ പറ്റുമോ? 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, ശരിയല്ലേ? 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. സോ 4/16 എന്ന് പറഞ്ഞാൽ 1/4. ഇനി 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25%. എത്രയാണ്? 25%. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. എത്രയാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഞാൻ പറയാണ്, ഇവിടെ 20 സാധനവും 16 സാധനവും അല്ലേ പറയുന്നത്. അതിന് പകരം ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ 25 സാധനങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, 25 സാധനങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, കോസ്റ്റ് പ്രൈസ് 20 സാധനങ്ങളുടെ സെല്ലിംഗ് പ്രൈസിന് ഈക്വൽ ആണെങ്കിൽ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ആൻസർ മക്കൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നെങ്കിൽ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കായിട്ട്.
ബ്രഹ്മോസ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഫ്രീ ക്ലാസ് ആണ് കേട്ടോ. ബ്രഹ്മോസ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഫ്രീ ആയിട്ട് NMMSനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. വീണ്ടും കാണാം. ബൈ ബൈ.